ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഹാപ്പിയായി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോ? മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ചൂട് കൂടുതലാണോ? എങ്ങനെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളിവിടെ ഹാപ്പിയായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. നമുക്കിവിടെ നല്ല മഴക്കാറുണ്ട്, പക്ഷേ മഴയൊന്നും പെയ്യുന്നില്ല. ചെറുതായിട്ട് പൊടിച്ച് വരുന്നുള്ളൂ കേട്ടോ. നല്ല ചൂടുമുണ്ട്, പക്ഷേ ഇന്നത്തെ വെയിലിന് അത്ര ചൂടായിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ അമ്പലത്തിലെ സ്ഥിരം റെക്കോർഡ് കാരണം നമുക്ക് വോയിസ് ഓവർ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ അയ്യത്തെ വിളവെടുപ്പും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയും നമ്മുടെ അയ്യൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കലും, പിന്നെ നമുക്ക് ഈ വള്ളിപ്പയറുകളൊക്കെ പടർന്നു പോയേക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഈ കയറുകളൊക്കെ ഒന്ന് കെട്ടി അതിൻ്റെ ശിഖരങ്ങളെയൊക്കെ ഒന്ന് കയറ്റി വിടണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് അവിടെ നിന്ന് മമ്മിയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു എയിമെന്ന് പറയുന്നത്, നമുക്ക് കുറേ ചീരകളുണ്ട്. ഇപ്പം ഇങ്ങനെ ദൂരയിൽ ഇങ്ങനെ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ആദ്യമൊക്കെ പറിച്ചു തുടങ്ങിയ സമയത്ത് ഇത്രയൊന്നും ചീര കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മത്തയുടെ ഇലയും കൂടെ ചേർത്തിട്ടൊക്കെയാണ് തോരൻ വെക്കാറുള്ളത്. കാരണം ഈ ചീര എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വാടി വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കൊന്ന് തികയാൻ വേണ്ടിയിട്ട് നമ്മൾ അതേപോലെ മത്തയുടെ ഇലയും കൂടെ ചേർത്തിട്ടായിരുന്നു നമ്മൾ തോരൻ വെച്ചിരുന്നത്. പക്ഷേ ഇന്നും ഇതിന് മുൻപിലത്തെ പ്രാവശ്യം നമ്മൾ വിളവെടുത്ത ടൈമിലും അത്യാവശ്യം കുറേ ചീര കിട്ടി കേട്ടോ. ഇപ്പം ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ, ഇത് അഥവാ ഉണ്ടാക്കിയാലും കഴിക്കുന്നത് ഞാൻ മാത്രമേ കാണത്തുള്ളൂ. കിച്ചൂസും മമ്മിയൊന്നും അങ്ങനെ അധികം കഴിക്കത്തില്ല. എന്നാലും കിച്ചൂസിന് ഞാൻ കുറച്ചൊക്കെ കൊടുക്കാറുണ്ട്, പക്ഷെ മമ്മി അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇപ്പോൾ മമ്മിയോട്, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാ, നമ്മളിത് എല്ലാം കൂടെ പറിച്ച് വെച്ചാൽ ഇത് ആര് കഴിക്കാനാണെന്ന്. അപ്പം മമ്മി എന്നോട് പറയണേ, നമുക്കെങ്കിൽ ഇതങ്ങ് കൊടുത്താലോ എന്ന്, മീൻസ് വിറ്റാലോ എന്ന്. ഇതൊക്കെ ആർക്ക് വെക്കാനാണ്? ചുമ്മാ പറഞ്ഞ കേട്ടോ. നമ്മളിത് ആർക്കെങ്കിലും കൊടുക്കത്തതേ ഉണ്ടായിരിക്കുള്ളൂ. ചിലപ്പോൾ നമ്മളെടുക്കും, അതല്ല നമ്മൾ എടുക്കത്തില്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള ആർക്കെങ്കിലുമൊക്കെ കൊടുക്കത്തുള്ളൂ കേട്ടോ. എന്നാൽ ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ നട്ട് വളർത്തുന്നത്? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ വന്ന് ഇങ്ങനെ വിളവെടുപ്പെടുക്കുന്ന ഒരു പരിപാടിയുള്ളൂ. ചെന്നെ വല്ലപ്പോഴും അങ്ങനെ കുറച്ച് വെള്ളം ഒഴിക്കും. പക്ഷേ ഇതിൻ്റെ മൂട്ടിലിങ്ങനെ ചിക്കലും ചെതയിലും ഒക്കെ മമ്മിയുടെ ഡിപ്പാർട്ട്മെൻറ്റാണേ. അപ്പോൾ നമുക്ക് ആ ചീരയൊക്കെ അത്യാവശ്യം കുറേയൊക്കെ കിട്ടിയിട്ടുണ്ട്. നേരത്തെയൊക്കെ ആദ്യ ടൈമുകളിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ആ നിൽക്കുന്ന ചെറിയ ചെറിയ ചീരകൾ പോലും പറിച്ചെടുക്കുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യത്തിൽ കൂടുതലുണ്ടായതുകൊണ്ട് നന്നായിട്ട് കിളിച്ചിരിക്കുന്നത് മാത്രമേ എടുക്കത്തുള്ളൂ. ഇപ്പോൾ എന്ന് വെച്ചാൽ മമ്മി തണ്ട് ഇങ്ങനെ കണ്ടത്, നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കയറുകൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വള്ളിപ്പയറുകളൊക്കെ പടർന്നു പോകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട് കേട്ടോ. എന്നാലേ അതിങ്ങനെ പടർന്ന് കയറിയിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് പയറുകളും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടിയായിട്ട് മമ്മി രാവിലെ തന്നെ അയ്യത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡിലെല്ലാം നിൽക്കുന്നത് പാവലാണ്. പാവലുണ്ട്, പയറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചീനിയും നട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചേന, ചേമ്പ്, അങ്ങനെയുള്ള വാഴ കൃഷികൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തുടക്കമായിട്ടുള്ളൂ, അതൊന്നും കിളിച്ച് വന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയെന്ന് വെച്ചാൽ വീണ്ടും ആ ഒരു ഭാഗത്ത് നല്ലൊരു മൂട് ചീര ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ തണ്ടിനൊക്കെ അത്യാവശ്യം നല്ല കനം വെച്ചു. അപ്പോൾ ഞാൻ മമ്മിയോട് പറയുകയാണ്, ഇത് നന്നായിട്ടങ്ങ് വിളഞ്ഞു പോയി, മൂത്ത് പോയി, തണ്ടിനൊക്കെ കനം വെച്ചു. നമുക്കിത് തണ്ട് 4ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ ഇട്ട് നമുക്കത് തോരൻ വെച്ചെടുക്കാമെന്ന് പറയുകയാണേ. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെയെന്ന് വെച്ചാൽ പിന്നെ ഉണ്ടായിരുന്നത് അമരക്ക പയറാണേ. ആകെ 3 മൂടേ ഉള്ളൂ, പക്ഷേ ഒരു കുഞ്ഞൊരു തോരനുള്ളത് കിട്ടും കേട്ടോ. ഈ അമരയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു സവാള ഇട്ട് കുറച്ച് പച്ചമുളകും ഇട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇടാമെന്നുണ്ടെങ്കിൽ അത് എന്തായാലും 2 പേർക്ക് അത്യാവശ്യം കഴിക്കാനുള്ള അമരയ്ക്ക അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അമരയ്ക്കയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഒരുപാടങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ അത്ര സുഖമുള്ളൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പൊതുവേ എനിക്ക് അമരയ്ക്ക അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ ഈ അമരയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മളങ്ങനെ പ്രത്യേക കെമിക്കൽസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ടും അമരയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എനിക്ക് വെണ്ടയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. പക്ഷേ നമ്മുടെ ഈ അയ്യത്ത് നിന്ന് വിളവെടുത്തിട്ട് അതുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റ് രാസവസ്തുക്കളോ കാര്യങ്ങളോ ഒന്നും ചേരാത്തത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ 3 മൂട്ടിൽ നിന്നും അമരയ്ക്ക പറിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടണം. കഴിഞ്ഞ പ്രാവശ്യം പറിച്ചതും നമുക്ക് കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ പറയായിരുന്നു അവിയലൊക്കെ വെച്ച് അതിനകത്ത് കുറച്ച് ചക്കക്കുരും കുറച്ച് ഈ അമരക്കായും കൂടെ ഒക്കെ ഇട്ട് മുരിങ്ങക്കോലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല ടേസ്റ്റിൽ നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെയെന്ന് മമ്മിയോട് പറയാമായിരുന്നേ. പിന്നെ കുറേ വെണ്ടയ്ക്ക നിൽപ്പുണ്ടായിരുന്നു. വെണ്ടയ്ക്ക സത്യം പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് പപ്പ പോയപ്പം കൊടുത്തു വിടാൻ. അത് കഴിഞ്ഞിട്ടും കുറേ ചെറുതുങ്ങൾ നിൽപ്പുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് തോന്നുന്നു പപ്പ ഇപ്പോൾ പോയിട്ടൊരു 4-5 ദിവസത്തിനകത്തേ ആയിട്ടുള്ളേ. നമ്മളിന്ന് ചെന്ന് നോക്കിയപ്പോൾ ചെന്ന് നോക്കി മീൻസ് ഇന്നലെയൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും ഇത് പറിക്കേണ്ട ഒരു മൈൻഡിൽ പോയി നോക്കുന്നത് ഇന്നാണേ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതും അങ്ങ് 1-2 അങ്ങ് മുറ്റിപ്പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ 2 ദിവസം ഇവിടെ വീട്ടിൽ പോയിരുന്നത് കൊണ്ട് മമ്മി പിന്നെ ഇങ്ങോട്ടൊന്നും അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറിക്കാൻ. അതുമല്ല ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറിക്കണ്ട, എനിക്ക് വീഡിയോ എടുക്കണം, അതുകൊണ്ട് പറിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും മമ്മി അത് ശ്രദ്ധിക്കാഞ്ഞ്. പക്ഷെ 1-2 മുറ്റിപ്പോയി. അപ്പം നമ്മൾ ചിലപ്പോൾ അത് ഉണക്കി നമ്മളതിൻ്റെ വിത്ത് എടുക്കാനും ചെയ്യുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല. എന്തായാലും ഇതുവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഇങ്ങനെ പറിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അത്യാവശ്യം കുറേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു 1/2 കിലോയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞ് കൃഷിത്തോട്ടത്തിൽ നിന്ന് അത്രയെങ്കിലും കിട്ടാന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമല്ലേ. കാരണം ഇതുപോലെ ചെയ്യാനില്ലാത്തയോ അല്ലെങ്കിൽ ചെയ്തിട്ടില്ലാത്തയോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ചെറിയ തോതിലെങ്കിലും ഇങ്ങനെ വിളവ് കിട്ടുന്നതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെ ഉള്ളൊരു കാര്യം തന്നെയാണ്. നമുക്കിപ്പം പൊതുവേ ഉള്ളതെന്ന് വെച്ചാൽ ഈ ചീരയും വെണ്ടയ്ക്കയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിരം ഈ സാധനത്തിൻ്റെ ഫാഷൻ ഫുഡിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ പടർന്നെടുക്കുകയാണ്. ആ കുറച്ച് ഭാഗത്തേ ഉള്ളൂ കേട്ടോ. ഇതിന് മുമ്പ് അവിടെ നമ്മുടെ അടുക്കളയുടെ മുകളിലോട്ടും നമ്മുടെ കിണറിൻ്റെ സൈഡിലോട്ടും നമ്മുടെ പുളിമരത്തിൻ്റെ സൈഡിലോട്ടും ഒക്കെ നന്നായിട്ട് മമ്മി പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറേ എന്താ പറയുക വംശനാശം സംഭവിച്ചു എന്ന് പറയുന്നത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് കായ്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്നത് വള്ളിപ്പയറാണ് കേട്ടോ. വള്ളിപ്പയറും അത്യാവശ്യം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരിടയ്ക്ക് വെച്ചിട്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് വെച്ചിട്ട് ഈ പയർ ഞങ്ങൾ വിചാരിച്ച് മൊത്തം പോയിട്ടുണ്ടെന്ന്. കാരണം ചൂടിൻ്റെ കൂടുതൽ കാരണം കുറേയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നെ കുറേ വെള്ളം അധികത്തിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളവും കൂടി വന്ന് ഇതിനകത്ത് വീഴത്തക്ക വിധത്തിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ കരിഞ്ഞു പോയി എന്ന് പറയുന്ന ആ സാധനം ഇപ്പം നന്നായിട്ട് കിളിച്ച് അത്യാവശ്യം കുറേ പയർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി പയർ നന്നായിട്ട് വെഴുക്കും വരട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റിൽ ഒന്നാണ് കേട്ടോ ഈ പയർ വെഴുക്ക് വരട്ടി. ഈ പയറിനൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പയർ പോലല്ല കേട്ടോ. ഒരു വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കുമ്പോൾ. അപ്പോൾ ആ പയറും കൂടെയൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പച്ച വഴുതണങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വീഡിയോ എടുത്ത സമയത്ത് എന്നെ കൂടി കിട്ടിയിട്ടില്ല കേട്ടോ. അതിനകത്ത് എൻ്റെ 2 കൈകളും ആ ഒരു വഴുതണങ്ങ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് 2-3 വഴുതണങ്ങ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇത്രയും പച്ചക്കറികളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്